നമ്മളൊക്കെ വീട് വിട്ട് പുറത്ത് പോകുമ്പോൾ അന്യ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഉത്തരേന്ത്യൻ മേഖലയിലൊക്കെ പോകുമ്പോഴേ ഈ ഒരു വീഡിയോ ഇവിടെ നമ്മൾ തമിഴിൽ കണ്ട മാതിരി വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കാണുക. നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ കേരളം തമിഴ്നാടൊക്കെ വിട്ട് കഴിഞ്ഞാൽ റോഡ് സൈഡിൽ നിന്ന് വില കുറഞ്ഞ് നല്ല മായം ചേർത്ത് നല്ല ടേസ്റ്റുള്ള ഭക്ഷണങ്ങൾ വാങ്ങുന്നവർ ഈ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ അവിടെ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്, ബാക്കിയൊക്കെ നമുക്ക് കണ്ടിട്ട് പറയാം. ഓക്കെ. വീഡിയോ കണ്ടല്ലോ പുത്തളെ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മളെ നാട് വിട്ട് പുറം നാടുകളൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള റോഡ് സൈഡിൽ നിന്നൊക്കെയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുള്ള പ്രത്യേകിച്ച് ഉന്തുവണ്ടിയിലൊക്കെ കച്ചവടം ചെയ്യുന്നവർ അഥവാ വഴിയോര കച്ചവടം അത്തരത്തിലുള്ള ഫാസ്റ്റ് ഫുഡിന്റെ കച്ചവടക്കാർക്ക് പ്രത്യേകിച്ച് വെള്ളം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ വീഡിയോയിൽ കണ്ട് പ്ലേറ്റ് കേൾക്കണത് ഇമാര് വൃത്തിയിലാണ് ആ പ്ലേറ്റ് കേൾക്കുന്നത് അല്ലേ. ഇത്തരത്തിലുള്ള വീഡിയോ ആരെങ്കിലും ഒന്ന് എടുത്ത് പുറത്തേക്ക് വിടുമ്പോഴാണ് ഈ പുറലോകമൊക്കെ ഒന്ന് അറിയണത്. അപ്പൊ ശ്രദ്ധിക്കുക, നല്ലതാണ്. നമ്മൾ എവിടെ നിന്നായാലും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒന്ന് ഫുഡിന്റെ കാര്യത്തിലൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക, ഇങ്ങോട്ടൊന്ന് കഴിക്കുക. ഓക്കെ. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ മേഖലയിലൊക്കെ പോയവർക്ക് മനസ്സിലാവും ഓരോ നാട്ടിലെ വൃത്തി എന്ന് പറഞ്ഞാൽ. നമുക്ക് തന്നെ നല്ല പാത്രം എല്ലാ സംഗതിയും നല്ല കേക്ക് വൃത്തിയായിട്ട് തരും. ഓരോ നാട്ടിലൊക്കെ ഒരു കഥയൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഹോട്ടലിൽ പോയി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. പക്ഷെ ഓരോ നാട്ടിലൊക്കെ പോയാൽ ഉത്തരേന്ത്യൻ മേഖലയിലൊക്കെ പോയി തിരിഞ്ഞ് കറിഞ്ഞ് വരുന്നവർക്ക് ചോദിച്ചാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് ഓർക്ക് ഫുഡിന്റെ കാര്യത്തിൽ ഓർക്ക് വൃത്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ഓല പറഞ്ഞിട്ട് കാര്യമില്ല. ഓല നാട്ടിലെ കൾച്ചറും ഓല നാളത്തെ സംഗതികളും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് നമ്മളെ വയ്യാറ് കച്ചവടക്കാർ പ്രത്യേകിച്ച് നമ്മളെ ഭായിമാര് ഇത്തരത്തിലുള്ള കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.